ഇപ്പോൾ വരുന്ന ഒരു വാർത്ത കൂടി. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം. സംഭവത്തിൽ രണ്ടാനച്ഛൻ അഷ്കറും കുഞ്ഞിന്റെ മാതാവ് അഖിലയും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. TS ഹരീഷ് വിവരങ്ങളുമായിട്ട്. ഹരി, എന്താണ് സംഭവം? വളരെ വിഷമിപ്പിക്കുന്ന വാർത്തയാണ്. ഈ 1.5 വയസ്സുകാരൻ മരിക്കുന്നത് ഇന്നലെയാണ്. ഈ നെടുമങ്ങാട് ഒരു വാടക വീട്ടിലാണ് 1.5 വയസ്സുകാരൻ അവൻ രണ്ടാനച്ഛനൊപ്പവും അമ്മയ്ക്കൊപ്പവും താമസിച്ചിരുന്നത്. ഇന്നലെ രണ്ടാനച്ഛൻ ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങുകയും നേരെ SIT ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ആ സമയത്ത് കുഞ്ഞിൻ്റെ അമ്മ അഖില അവിടെ ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിൽ മറ്റൊരാവശ്യവുമായിട്ട് അഖില പോയിരിക്കുകയായിരുന്നു. മരണവിവരം അറിഞ്ഞ് ഇന്ന് രാവിലെയാണ് അഖില തിരുവനന്തപുരത്ത് എത്തിയത്. ഈ മരണം നടന്നതിന് ശേഷം ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് പരാതി ഉയർന്നു. അതായത് ഈ കുഞ്ഞിനെ ഈ രണ്ടാനച്ഛൻ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്നുള്ള പരാതിയാണ് ഉയർന്നത്. ഇത് സംബന്ധിച്ച് നെടുമങ്ങാട് പോലീസിൽ പരാതി കിട്ടുകയും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയും ചെയ്തു. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനമാണ് ഇത് കൊലപാതകമാണ് എന്നുള്ള വിവരം ലഭ്യമായത്. കുഞ്ഞിന് ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇതാണ് മരണകാരണം എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. കുഞ്ഞിനെ ഇതിനു മുമ്പും ഈ രണ്ടാനച്ഛൻ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ആ രണ്ടാനച്ഛനും അമ്മയും നെടുമങ്ങാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്.